അവരുടെ റിയാക്ഷനേക്കാൾ കൂടുതൽ അവരെ ഫേസ് ചെയ്യണ നമുക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഫാമിലിനെ, അവരുടെ ഫാമിലി. കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂ അത് ബാധിക്കുന്ന ബന്ധുക്കാരെ ബാധിക്കുമ്പോൾ ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവളെ വീട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്യൂ തന്നെയല്ലേ. ഫാമിലി ഫംഗ്ഷന് വരുമ്പോ മറ്റേത് വീട്ടിലിറക്കണ ചിലപ്പോ നമ്മളെ വീട്ടുകാർ മാത്രം അറിയുന്ന ഒരു കേസ് നാട്ടുകാർ മൊത്തം അറിയുമ്പോൾ അതെല്ലാവർക്കും ബാധിക്കും. അങ്ങനെ ഒരു ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും ആരും ചിന്തിക്കാതെ പറ്റിപ്പോയതാ. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്നിക്കുന്നത് വരുമ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ഇനി വീഡിയോസ് ഒരാൾ തെറ്റി അകന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേരിൽ പിന്നെ പ്രശ്നം തന്നെ ആവും. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി, നമുക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം, എല്ലാം പ്രശ്നം സോൾവ് ആയി വരിക എന്നുള്ളത്. അതെ, ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. അതിനേക്കാൾ പ്രശ്നം രക്തബന്ധങ്ങൾ വേർപെടുന്നത് വലിയ പ്രശ്നം തന്നെയല്ലേ. ആൾക്കാർ പറയുന്നത് പോട്ടെ, കാരണം നമ്മുടെ ഫാമിലി തകരുമ്പോ പ്രശ്നം തന്നെയല്ലേ. പണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബവും, ഇപ്പൊ കൂടുമ്പോൾ ഭൂകമ്പം ആവുന്നതും കുടുംബമാണെന്നാണ്. അല്ല, നമ്മളെ ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി, പൊതുവെ ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെല്ലാവരും തലയിലിടുന്നത് വന്ന് കയറി വന്ന ആളുടെ തലയിലോട്ട, പുള്ളിക്കാരത്തി വന്നു ഇതായി, അങ്ങനെ എല്ലാവരും അങ്ങനെ ഇടുന്നത്. ഞാനിപ്പോഴെന്താ വെച്ചാ, ഞാനിപ്പോ ഇവിടെ അമ്മായിമ്മ പോരാണെന്ന് പറയുമ്പോൾ ആ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചേക്കാരം. ഞാൻ അപ്പൊ അധികം കൂടുതൽ അങ്ങനത്തെ ക്യാപ്ഷൻസിലൊക്കെ എഴുതല്. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് അതാണ് ഇഷ്ടം. അത് സിനു ഉമ്മീൻ തെറ്റിന്ന് പറഞ്ഞ എന്റെ പൊന്നു, വെറുതെ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ മതി, ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആയിരിക്കും. നല്ല വ്യൂസ് ആയിരിക്കും.